ഫെബ്രുവരി 4 നമ്മൾ വേൾഡ് ക്യാൻസർ ഡേ ആയിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. അത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2022, 23, 24 വർഷങ്ങളിൽ 3 വർഷത്തേക്ക് സ്ലോഗൻ അവർ തീരുമാനിച്ചത് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ്. ക്യാൻസറിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. ക്യാൻസർ കണ്ടുപിടിക്കുന്നതിലും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഉണ്ടാകുന്ന പുരോഗതികൾ ഓരോ വർഷവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതനുസരിച്ച് എല്ലാ ജനങ്ങൾക്കും ചികിത്സ കിട്ടുന്നില്ല. ഇന്നിക്വാലിറ്റി അല്ലെങ്കിൽ ഒരു തുല്യതയില്ലായ്മ ചികിത്സ കിട്ടുന്നതിൽ വേൾഡ് വൈഡ് ലോകമെമ്പാടും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ള സ്ലോഗൻ വെച്ച് 3 വർഷത്തേക്ക് WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ചികിത്സയിലുള്ള മുന്നേറ്റങ്ങളും ക്യാൻസർ എന്ന അസുഖം ചികിത്സിച്ച് ഭേദമാക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അതെല്ലാ ജനങ്ങളിലേക്കും എത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിന് പല കാരണങ്ങളാണ്. അത് നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്ന് അത് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും, ശ്രദ്ധിച്ചാൽ അതൊരു ചികിത്സ നേടേണ്ടതായിട്ടുള്ള ഒരു അസുഖമാണെന്ന് നമ്മൾ തീരുമാനിക്കാത്തതും, അല്ലെങ്കിൽ അതിൽ പല കാരണങ്ങൾ വന്നു ചേരുന്നുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ, ഒരു ചികിത്സ നേടിയെടുക്കാൻ ചെയ്യേണ്ട യാത്രയുടെ ദൂരം തന്നെ പലപ്പോഴും ചികിത്സ തേടുവാൻ തേടുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സ തേടുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം അനുഭവിക്കുവാൻ പല ആൾക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ആ ഇന്നിക്വാലിറ്റി അല്ലെങ്കിൽ ആ തുല്യതയില്ലായ്മ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള കടമ. അതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും തുടങ്ങേണ്ട കാര്യമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും അത് ചെയ്യാൻ കഴിയും. നമ്മളുടെ വീടുകളിൽ നിന്ന് ആരംഭിച്ച് ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിലേക്ക് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കൊടുക്കുവാനും അതനുസരിച്ച് അവർക്ക് ചികിത്സകൾ എടുക്കുവാനും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നൂതനമായ ചികിത്സകൾ എടുത്ത് ക്യാൻസർ എന്ന രോഗത്തിൽ നിന്നും നമുക്കൊരു മുക്തി നേടുവാനായി നമുക്ക് കഴിയും എന്നുള്ളൊരു അറിവ് ഓരോരുത്തരിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ഇപ്പോൾ ക്ലോസ് ദി കെയർ ഗ്യാപ്പ്, അതായത് ചികിത്സ ലഭിക്കുന്നതിൽ നിന്നുള്ള ഇന്നിക്വാലിറ്റി, ആ തുല്യതയില്ലായ്മ എങ്ങനെയും തുടച്ചു മാറ്റപ്പെടുക അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ എടുക്കാം ഈ ഫെബ്രുവരി 4 അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. നമ്മൾ ഓരോരുത്തരും ഇതിനൊരു വോളണ്ടിയർ ആകുക എന്നുള്ളതാണ് നമുക്ക് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് രോഗം വന്ന് ചികിത്സിച്ച് ഭേദമാക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അവരുടെ അനുഭവങ്ങൾ, അസുഖം മാറി നോർമലായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ തന്നെ പല ആൾക്കാർക്കും ചികിത്സ എടുക്കാനും ആ രോഗത്തിൽ നിന്ന് മോചനം നേടാനും ഒരു പ്രചോദനമാകുമെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ഇൻക്ലൂഡഡ് ആകുക. നമ്മൾ ഓരോരുത്തരും ഇതിലൊരു വോളണ്ടിയറായിട്ട് നമുക്കിതിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കൂടെ നമുക്കും നിൽക്കാം. ഫെബ്രുവരി 4 എന്നുള്ളൊരു ദിവസത്തേക്ക് വേൾഡ് ക്യാൻസർ ഡേ മാറ്റാതെ ഓരോ ദിവസവും നമുക്ക് സമൂഹത്തിന് വേണ്ടി ഇത് ചെയ്യാം എന്നൊരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഈ വർഷവും ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്ന സ്ലോഗൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. താങ്ക് യു.